റഷീദ് പാനൂരിനെ ABC മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് പരിചയം ഉണ്ടാവില്ല. അദ്ദേഹത്തെ മലയാളത്തിന്റെ ബൗദ്ധിക ലോകത്തിന് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഔപചാരികതയ്ക്ക് വേണ്ടി അദ്ദേഹം ആദ്യമായിട്ടാണ് ABC പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അതുകൊണ്ട് മാത്രം ഇന്നൊരു ഇൻട്രഡക്ഷൻ, ഒരു പരിചയപ്പെടുത്തൽ. റഷീദ് പാനൂര് മലയാളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യ നിരൂപകനാണ്, സാമൂഹ്യ വിമർശകനാണ്, സർവോപരി അദ്ദേഹം മികച്ച അധ്യാപകനാണ്. ഈ കേരളത്തിലും പുറത്തും അനേകം സ്കൂളുകളിൽ വളരെ വിദഗ്ധമായ ഇംഗ്ലീഷ് ഭാഷ അധ്യാപനം നടത്തിയ മികച്ച അധ്യാപകനാണ്. ധാരാളം ശിഷ്യസമ്പത്തുണ്ട്. ഞങ്ങളെപ്പോലുള്ള ധാരാളം സുഹൃത്ത് വലയത്തിന്റെ സമ്പത്തുണ്ട്. ഡോക്ടർ റഷീദ് പാനൂർ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊക്കെ കൗതുകമുള്ള, പ്രത്യേകിച്ച് ABC പ്ലാറ്റ്ഫോമിൽ നിന്ന് പലരും പലപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. ആധുനിക ലോകത്തിന്റെ സമാധാനം കെടുത്തുന്നതിൽ നമ്മൾ പരക്കെ ഇസ്ലാമിക ഭീകരവാദികൾ എന്ന് പറയുമെങ്കിലും ആ കൂട്ടത്തിൽ വളരെ പ്രകടമായ രണ്ട് വിഭാഗമുണ്ട് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്ന ഈ സുന്നി തീവ്രവാദവും ഷിയ തീവ്രവാദവുമാണത്. ഇന്ന് റഷീദ് സാറിന് അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള, അദ്ദേഹം പലപ്പോഴും എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചു നേരം അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അത് ഷിയ മുസ്ലിങ്ങളും ആഗോള ഭീകരതയും ആണ് ആധുനിക ലോകത്ത്. റഷീദ് സാറെ, നമുക്ക് സംസാരിച്ചു തുടങ്ങാം. സത്യത്തിൽ ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നത് പ്രവാചകന്റെ മരണത്തിന്റെ തൊട്ടടുത്ത നിമിഷം തൊട്ടാണ് നമുക്കറിയാം. പ്രവാചകന്റെ മയ്യത്ത് ദിവസങ്ങൾക്ക് ശേഷം മറവ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട നീക്കം, അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഒന്നാമത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് വരേണമോ അതല്ല പ്രവാചകന്റെ കുടുംബാംഗവും പ്രവാചകന്റെ മരുമകൻ മീൻസ് മകളുടെ ഭർത്താവുമായ വീരശൂര പരാക്രമിയും താരതമ്യേന ചെറുപ്പക്കാരനുമായ അലി അധികാരത്തിൽ വരേണമോ എന്നായിരുന്നു തർക്കം. ആ തർക്കമാണ് 7-ാം നൂറ്റാണ്ട് തൊട്ട് 21-ാം നൂറ്റാണ്ട് വരെ ലോകത്ത് പടർന്ന് പന്തലിച്ച് ഒരിക്കലും ഉണങ്ങാത്ത ചോരച്ചാലുകൾ തീർക്കുന്നത്. അതിൽ ആദ്യകാലത്ത് എന്ന പോലെ ഇന്നും ചിന്തപ്പെടുന്ന ചോരയിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിന്റെ തന്നെയാണ്. പരസ്പരം കൊന്നൊടുക്കുന്ന ഒരു തീവ്രവാദ സംഘമായി ഇപ്പോ പലസ്തീനിൽ ആ ചോരയുടെ അംശമുണ്ട്, യമനിൽ ഉണ്ട്, ലെബനോണിലുണ്ട്. അങ്ങനെ വന്ന് ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു തീവ്രവാദ വിഭാഗമായി, ഭീകര പ്രവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇറാൻ പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഷിയ തീവ്രവാദമുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് കുറെ കൂടി സൂക്ഷ്മമായി അറിയാൻ വളരെ യോഗ്യനായ ഒരു അതിഥിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഡോക്ടർ റഷീദ് പാനൂർ സാർ, സ്വാഗതം. അങ്ങേക്ക് ആരംഭിക്കാം. ഞാനൊരു സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാനും നമ്മുടെ അഹമ്മദ് സാറും ജിദ്ദയിലെ എംബസി ഓഫ് ഇന്ത്യ സ്കൂളിൽ ജോലി ചെയ്യുന്ന കാലത്ത് വലിയ സ്കൂള്, ഒരുപാട് ക്യാമ്പസുകൾ, അവിടെ മലപ്പുറത്തുള്ള അബ്ദുൾ അസീസ് എന്നൊരു ഡ്രൈവർ എന്നോട് പറഞ്ഞു, അവിടെയുള്ള ഒരു അറബി വീട്ടിൽ ബ്രിട്ടീഷ് സ്കൂളിൽ പഠിക്കുന്ന ട്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷ് സിലബസ് എനിക്ക് പരിചയമുണ്ട്. ഞാൻ UAE വർക്ക് ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്കൾ അത് അവരോട് എൻ്റെ കൺസെന്റ് പറഞ്ഞേക്കുമായിരുന്നു. അങ്ങനെ ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഈ അറബി വീട്ടിൽ ഞാൻ ട്യൂഷൻ എത്തുന്നു. 2 കുട്ടികളാണ് അവിടെ ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഈ 2 കുട്ടികളും ജിദ്ദയിലെ ബ്രിട്ടീഷ് സ്കൂളിൽ പഠിക്കുന്നവരാണ്. ഇംഗ്ലീഷ് എഴുതാനും പറയാനും നല്ലപോലെ ഈ കുട്ടികൾക്കറിയാം. പിന്നെ അവിടുന്ന് കൊടുക്കുന്ന അസൈൻമെന്റ് കുട്ടികൾ ചെയ്യുന്നു, അതിനൊരു കറക്ഷൻ, അതിനു വേണ്ടിയാണ് വിളിച്ചത്. അപ്പൊ ഈ കുട്ടികളുടെ ഉമ്മ ഹൈദരാബാദുകാരിയാണ്. അവർക്ക് കുറച്ച് ഇംഗ്ലീഷ് പറയാൻ അറിയാം. അവര് ട്യൂഷൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, ഒരാഴ്ചയിൽ 1-2 ദിവസമേ പോകണ്ടു. വണ്ടി വന്ന് നമ്മളെ കൊണ്ടുപോകും. അവിടെ തന്നെ ഫിസിക്സിനും മാത്സിനും കെമിസ്ട്രിക്കും ഒക്കെ ടീച്ചേഴ്സ് വരുന്നുണ്ട്, പല സ്കൂളുകളിൽ നിന്നായിട്ട്. നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്. ആ ലേഡി ഈ അറബിയുടെ 7ാമത്തെ ഭാര്യയാണ്. അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ നിന്നും യമനിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നൊക്കെയായി ഭാര്യമാര് വിവിധ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നുണ്ട്. അവരെ അഫോർഡ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയും അദ്ദേഹത്തിനുണ്ട്. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ലേഡി എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഷിയ വിഭാഗക്കാരാണ്, ഞാൻ ഹൈദരാബാദി ഷിയയാണ്, ഹസ്ബൻഡ് സൗദി ഷിയയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് മാഡത്തിന്റെ ഹസ്ബൻഡിനെ ഒന്ന് പരിചയപ്പെടണം, ഷിയായിസത്തെ കുറിച്ച് ഒന്ന് പഠിക്കാനാണ്. അപ്പൊ അവര് പറഞ്ഞു, താങ്കൾ പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ താങ്കളെ വെയിറ്റ് ചെയ്യും, പക്ഷെ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് വശമില്ല, അത് ഞാനോ അല്ലെങ്കിൽ കുട്ടികളോ ചെയ്യാമൻ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഇദ്ദേഹം ഞാനും തമ്മിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായി. ആസ് എ ഹ്യൂമൻ ബീങ് വളരെ നൈസായ ഒരാൾ. ഞാൻ പറഞ്ഞു, സുഹൃത്തെ,
അയാളുടെ പേര് സൈനുൽ ആബിദ് എന്നോ മറ്റുമാണ്. എനിക്ക് നിങ്ങളുടെ സാംസ്കാരിക ഭൂമികയുണ്ടല്ലോ ജിദ്ദയിൽ, അദ്ദേഹം പറഞ്ഞു ഒരു ഒഴിവ് കിട്ടുമ്പോൾ നമുക്ക് പോകാൻ, ഞങ്ങളുടെ മസ്ജിദുകളിൽ വരാം, ഞങ്ങളുടെ ഡിസ്കഷൻ നടത്തുന്ന സ്ഥലത്ത് വരാം. അങ്ങനെ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ വളരെ ക്ലോസ് ആയി, ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ട് ആരെങ്കിലും ഉണ്ടാവും. ഒരു ദിവസം അദ്ദേഹം എന്നെ ജിദ്ദയിലെ ഷിയാക്കളുടെ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അവിടെ നല്ല നിലയിൽ ഇംഗ്ലീഷ് പറയുന്ന ഒരുപാട് പേരുണ്ട്, ഫോറിനിലൊക്കെ പഠിച്ച ആളുകൾ. അപ്പം ഞാൻ കുറേ സംശയങ്ങൾ അവരോട് ചോദിച്ചതിൽ ആദ്യത്തെ കാര്യം ഇതായിരുന്നു, സൗദി അറേബ്യയിൽ എത്ര ശതമാനം ഷിയ വിഭാഗക്കാരുണ്ട്? അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് 22% ഷിയ വിഭാഗക്കാരുണ്ട്. അവര് അങ്ങനെ സ്കാറ്റേഡ് ആയിട്ടല്ല ഉള്ളത്, അവർ ഖത്തീബ് ഏരിയയിൽ ആണ് കൂടുതലും ഉള്ളത്. ജിദ്ദയിലൊക്കെ ഒരു 2 or 3% ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ സുന്നി വിഭാഗവും നിങ്ങളും ഒരേ ഖുറാനല്ലേ വായിക്കുന്നത്? അദ്ദേഹം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു അഹമ്മദിയ വിഭാഗത്തിന്റെ ഖുറാനിൽ ഒരല്പം മാറ്റമുണ്ട്, അവര് മീർസ ഗുലാമിനെ അതിനകത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അഹമ്മദിയാക്കളെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു ധാരണയും ഇല്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് 1-2 മണിക്കൂർ ഞാൻ ഇവരുമായിട്ട് സംസാരിക്കുന്നു. അവര് നല്ല നിലക്ക് നമ്മുടെ ചോദ്യങ്ങൾ കേൾക്കുന്നു, മറുപടി പറയുന്നു. ഇനി ഇതിന്റെ കാര്യമായ ഓഫ് ദ പോയിന്റിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞു, അതായത് ഈ സെക്ടേറിയൻ ഫൈറ്റ്, സെക്ടേറിയനിസം ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, കമ്മ്യൂണിസത്തിൽ സെക്ടേറിയനിസം ഉണ്ട്, ഇസ്ലാമിൽ സെക്ടേറിയനിസം ഉണ്ട്. സെക്ടേറിയനിസത്തിന്റെ പേരിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ഇസ്ലാമിലാണ്. അപ്പൊ അവരൊന്നും അതിന് ഉത്തരം പറഞ്ഞില്ല ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ. ഞാൻ കരുതി സെക്ടേറിയനിസം എന്ന പദം ഇവർക്ക് മനസ്സിലാകാതെ കൊണ്ടാണോ. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു മുഹമ്മദ് നബിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്യാൻ 3 ദിവസം എടുത്തു. അധികാരത്തിന്റെ കടുത്ത മത്സരം, അലിയെ ജന്നത്തുൽ ബക്കിയയിലേക്ക് പ്രവേശിപ്പിക്കാത്തതിന്റെ കാരണം. അങ്ങനെ സംസാരങ്ങൾ നീണ്ടുപോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ചരിത്രത്തിൽ നീതി കിട്ടാത്ത ഒരു വിഭാഗമാണ് ഷിയ വിഭാഗം. എനിക്ക് റഷീദ് സാർ അതിന്റെ ഇടയിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളത്, സൗദി അറേബ്യയിലെ ഒരു ഷിയ കേന്ദ്രത്തിൽ വെച്ചാണല്ലോ സാറും ഇദ്ദേഹവും തമ്മിൽ സംസാരിക്കുന്നത്. കടുത്ത സുന്നി ബേസ് ഉള്ള ഒരു സൗദി അറേബ്യ, അതും വളരെ വളരെ മിലിറ്റന്റ് ആയ ഒരു സുന്നി രാജ്യത്ത്, ഈ രാജഭരണമാണെങ്കിൽ പോലും മതം സമ്പൂർണമായും സുന്നിവൽക്കരിക്കപ്പെട്ട, സുന്നി സലഫി എന്നൊക്കെ വിളിക്കാവുന്ന, വഹാബി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ഷിയ കേന്ദ്രങ്ങൾ സജീവമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? അതോ സ്വകാര്യമായ രഹസ്യ കേന്ദ്രങ്ങളാണോ? അത് ഞാൻ പറയാം. അപ്പോ ഞങ്ങൾ അങ്ങനെ ഒത്തിരി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഷിയാക്കളെ കുറിച്ച് പഠിക്കാനുള്ള നിങ്ങളുടെ പുസ്തകങ്ങൾ അറബിയിലാണോ? അല്ല ഇംഗ്ലീഷിലും പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് തരാം. അടുത്ത ആഴ്ച 3-4 പുസ്തകങ്ങൾ സംഘടിപ്പിച്ച് തരാം. പക്ഷേ ഞങ്ങളുടെ യോഗം ചേരുന്നതും ചർച്ച നടക്കുന്നതൊന്നും വലിയ പബ്ലിസിറ്റിയോടുകൂടിയല്ല. നാളത്തെ പത്രത്തിൽ ഈ വാർത്ത വരില്ല. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ഷിയാക്കളെ എങ്ങനെയുണ്ടായി, ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്, ഈ പുസ്തകങ്ങൾ നിങ്ങളൊരു കീസിലിട്ട് നിങ്ങളെ മുറിയിൽ സൂക്ഷിക്കുക. കാരണം ഇവിടെ ഷിയാക്കളുടെ പുസ്തകങ്ങൾ ബാൻഡാണ്. കാരണം നിങ്ങളിത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ഒരു ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും പിടിക്കപ്പെടും, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളും പിടിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ പുസ്തകങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക. അത് നിങ്ങളുടെ ലഗേജിലോ ബാഗേജിലോ മറ്റോ ഇട്ടിട്ട്, അല്ലാണ്ട് ഇവിടുന്ന് ഈ ബുക്കുകളെ കുറിച്ചൊരു ഡിസ്കഷൻ നിങ്ങൾ നടത്തരുത്. കാരണം ഇവരേറെക്കുറെ പ്രൈവറ്റ് ആയിട്ടാണ് ഇവരെ സെമിനാറുകളും സിമ്പോസിയങ്ങളും ഒക്കെ നടത്തുന്നത്. അതിന്റെ ഒരു പത്ര റിപ്പോർട്ട് പോലും ഇംഗ്ലീഷിലോ മറ്റു ഭാഷയിലോ വരില്ല. അത് ലോകത്തിലെ എല്ലാ സുന്നി രാജ്യങ്ങളിലും ഇങ്ങനെയല്ലേ സർ അതിന്റെ അവസ്ഥ? ഷിയാക്കൾക്ക് സ്വാതന്ത്ര്യം ആണ്. ഷിയാക്കൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. പാകിസ്ഥാനിലെ പോപ്പുലേഷനിലെ 24% ആണ് ഷിയ വിഭാഗം. അവിടെ ഷിയാക്കൾ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് ഇവരുടെ ചില പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടല്ലോ, മുഹറം 10 പോലുള്ള. ഇപ്പോൾ ഒരു 4-5 വർഷം മുമ്പ് മുഹറം 10-ന് സിയാൽകോട്ടിലെ ഒരു പള്ളിയിൽ 300-ലധികം ഷിയാക്കളെയാണ് സുന്നി വിഭാഗത്തിലെ തീവ്ര വിഭാഗം കൊന്നുകളഞ്ഞു. ആ മയ്യത്ത് മറമാടാതെ 3 ദിവസം അവര് ലോകത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് എതിരെ ചെയ്യുന്ന കൊടും ക്രൂരത കണ്ടുപോയത്. അതായത് ന്യൂനപക്ഷമാണ് പാകിസ്ഥാനിൽ സിയാൽകോട്ട്, പാകിസ്ഥാനിൽ. അവിടെ അഹമ്മദിയാക്കളെ സുൽഫുക്കർ അലി ഭൂട്ടോ കൊന്നൊടുക്കിയിരുന്നു. ആ ഭൂട്ടോ മരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഭൂട്ടോ തൂക്കിക്കൊന്നപ്പോൾ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിൽ പോലും അവർ മിഠായി വിതരണം ചെയ്തിരുന്നു. ഷിയാക്കളോ അതോ അഹമ്മദിയാക്കള്? അല്ലല്ല, അഹമ്മദിയാക്കൾ.
ഇനി അഹമ്മദിയാക്കൾ കാഫറാണെന്ന് പറഞ്ഞ ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ ഉണ്ട്. അതേസമയം ഷിയാക്കളിൽ 2-3 വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർ കാഫിർ അല്ലെങ്കിൽ മുസ്ലിം അല്ല എന്ന് നമ്മുടെ നാട്ടിലെ ചെറിയ ഈ ലിറ്റിൽ നോളജ് ഇസ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ മുല്ലാക്കന്മാര് പറയാന്നല്ലാണ്ട് ലോകത്ത് അങ്ങനെ ഒരു ഫത്വയില്ല. മുസ്ലിം അല്ല ഇവർ ഈ തീവ്രവാദ നമ്മൾ പഴയ കർബലയുടെ പാരമ്പര്യം തൊട്ട് ഇപ്പോ ഒരു പ്രവാചകന്റെ കാലം കഴിഞ്ഞ് കർബലയുടെ കാലം കഴിഞ്ഞ് ആധുനിക ലോകത്ത് ഇവർ ഈ തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് എവിടെ മുതലാണ് സർ? ഇവര് പറയുന്ന കാരണം ഷിയാക്കൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഇറാഖിലും ഇന്നിപ്പം ബഹ്റൈൻ റഷ്യയില് വിവിധ രാഷ്ട്രങ്ങളായി മാറിയല്ലോ. അതിൽ പല സ്ഥലത്തും ഷിയാക്കൾക്ക് നല്ല സ്വാധീനമുണ്ട്. തീവ്രവാദം ഇവർ അംഗീകരിക്കുന്നില്ല. ഇവർ പറയുന്നത് എവിടെ ഇപ്പൊ പാകിസ്ഥാനിലെ സിന്ധ് ഏരിയയിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ഇവിടെ ലോക്കലായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സുന്നി അല്ലെങ്കിൽ സുന്നിയിലെ വിവിധ വിഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാരും മദ്രസകളിലും പൊതുസമൂഹത്തിലും ഇവർ ആലിനേറ്റ് ചെയ്യുന്നു, ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇവരെ ഒരു നോൺ മുസ്ലിം ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇവരെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോ അല്ലാതെയോ ഇവരെ കൊല്ലാൻ ശ്രമിക്കുകയോ കൊല്ലുകയോ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു പ്രതിജ്ഞയാണ് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ 10 സുന്നി വിഭാഗത്തെ തിരിച്ചു കൊല്ലുക. അല്ലാതെ ഇവർക്ക് മറ്റ് ലോകത്തിലെ ഒരു മതവിഭാഗത്തോടും പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള വിദ്വേഷവും ഇല്ല. അതേസമയം സുന്നി വിഭാഗം ശത്രുതയില്ല. അതേസമയം സുന്നി വിഭാഗം ഇന്നും നമ്മളെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഖുറാനിലുള്ള സാന്ദർഭികമായ ചില വാക്യങ്ങളുണ്ട് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ടുള്ള. അപ്പൊ അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികൾ നമ്മൾക്കെതിരാണ്, ജൂതന്മാർ നമ്മൾക്കെതിരാണ് എന്ന തരത്തിലാണ് സുന്നികൾ എന്നെ പഠിപ്പിച്ചത് മദ്രസയിൽ നിന്നും ഇപ്പോൾ എൻ്റെ കുട്ടികൾ പഠിക്കുന്നതും. അടിസ്ഥാനപരമായിട്ട് ഹിന്ദുക്കളെതിരല്ല. കാരണം ഹിന്ദുക്കളെ കുറിച്ച് നമ്മളെ വേദഗ്രന്ഥത്തിലൊന്നും പറഞ്ഞിട്ടില്ല, ബുദ്ധിസ്റ്റുകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഒരൊറ്റ ജൂതനെയും ബാക്കി വെക്കരുത്, കൊന്നുകളയാം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ കോണ്ടെക്സ്റ്റിലാണ്, യുദ്ധത്തിന്റെ സമയത്തുള്ളതാണ്. അത് നമ്മളെ പഠനങ്ങൾ കുറെ കൂടി വിശാലമാകുമ്പോൾ അത് വിട്ടേക്ക് സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള വാക്യം എന്ന് നമ്മളെ തലമുറയെങ്കിലും പഠിപ്പിക്കണം. ഈ ഷിയാസിന്റെ അഭിപ്രായവും അവർക്ക് മറ്റൊരു വിഭാഗത്തോടും ജൂത അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടോ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല. ഇവരെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സുന്നി മുസ്ലിങ്ങൾ ഈ ഷിയ വിഭാഗത്തോട് കാണിച്ച ചരിത്രപരമായ അതിക്രമങ്ങളും അനീതിയും അതിനെതിരെയുള്ള പ്രതിഷേധം മാത്രമാണ് ഷിയ തീവ്രവാദം. ഭൂമിയിലെ മറ്റൊരു മതവിഭാഗത്തോടും ഇവർക്ക് ശത്രുതയില്ല, വിരോധമില്ല, ആർക്കെതിരെയും പൊരുതാൻ പോയിട്ടില്ല എന്നാണോ സാർ പറഞ്ഞു വരുന്നത്? എന്നാണ് അവരിൽ നിന്ന് കിട്ടിയ വിവരം. ഇനി അവരുടെ പുസ്തകങ്ങൾ ഞാൻ കടന്നുപോയി. അവരുടെ പുസ്തകങ്ങൾ കടന്നുപോയപ്പോൾ നമ്മൾ സാധാരണ പറയൂലേ തെറി അഭിഷേകം എന്നും, അതായത് വോളി ഓഫ് എബ്യൂസസ്. അവന് ആദ്യത്തെ ഒരു പുസ്തകം, അതായത് ലോകത്തിൽ ഷിയാസിന്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിലനിൽപ്പ്, ഒരു 200ഓളം പേജസ് വരുന്ന പുസ്തകം. അതിലവര് നമ്മൾ ആദരപൂർവ്വം ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ആയിഷയെ അവര് വിളിക്കുന്നത് WHORE. ഹോർ മീൻസ് പ്രോസ്റ്റിറ്റ്യൂട്ട്. അപ്പം നമ്മൾ ലോകം മുഴുവൻ ആദരണയോടുകൂടി പ്രവാചകന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ ആയിഷയെ നമ്മൾ അവരുടെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ ഇവര് വിളിക്കുന്ന അവരെ ഇത്രയധികം മലീമസമായ വാക്കുകൾ ഉപയോഗിച്ച് അതിനവർ പറയുന്ന കാരണമുണ്ട്. അത് ചരിത്രപരമായ ഒരു കാര്യമുണ്ടല്ലോ. ഒരു യുദ്ധത്തിൽ കഴിഞ്ഞ് വരുമ്പോൾ ആയിഷ അല്പം വൈകിയെത്തിയ കാര്യവും അലി ഉടനെ പറഞ്ഞു മുഹമ്മദോട് ഇനി നിങ്ങളുടെ ഭാര്യയായിട്ടിരിക്കുന്നതിൽ അർത്ഥമില്ല, ഡിവോഴ്സ്. പെട്ടെന്ന് മുഹമ്മദ് മെഡിറ്റേറ്റീവ് മോഡിലേക്ക് പോയി ധ്യാനത്തിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് വെളിപാടുണ്ടായി, റെവലേഷൻ ഉണ്ടായി, ആയിഷ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അന്ന് തൊട്ടാണ് ആയിഷയുടെ മൈൻഡിൽ ഒരു ഗഡ്ജ് അങ്ങനെ അലിക്കെതിരായിട്ടുണ്ട്. പിന്നീട് ജമൽ യുദ്ധമായി മാറിയല്ലോ. മുഹമ്മദിന്റെ മരണശേഷം ജമൽ യുദ്ധമായി മാറി. ജമൽ യുദ്ധത്തിൽ 2 ഭാഗത്തും ആയിഷയുടെ അതെ, ചരിത്രത്തിലെ തുല്യതയില്ലാത്തൊരു യുദ്ധമല്ലേ സാർ? 2 കൂട്ടരും പ്രവാചകന്റെ ആത്മീയ സാന്നിധ്യം നേരിട്ട് അനുഭവിച്ചവരാണ്. ഒരു ഭാഗത്ത് പ്രവാചകന്റെ മകളും പ്രവാചകന്റെ മരുമകനും, മീൻസ് മകളുടെ ഭർത്താവും. ഒരു ഭാഗത്ത് പ്രവാചകന്റെ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, അവരും കൂട്ടരും. അത് ആലോചിച്ചു, അവര് തമ്മിലുള്ള യുദ്ധത്തിലാണ് അന്ന്
7-ാം നൂറ്റാണ്ടിൽ 15,000 പേര് കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം. ലോകത്തിൽ ആകെയുള്ള മുസ്ലിങ്ങളുടെ correct. ജനസംഖ്യ നോക്കുമ്പോൾ എത്ര ശതമാനമാണ് ഇവര് തമ്മിലുള്ള ആദ്യത്തെ പോരിൽ, പ്രവാചകന്റെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പോരിൽ കൊല്ലപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ വളരെ രസകരമായ ഒരു വസ്തുത ഞാൻ ജിദ്ദയിൽ വെച്ചും അതേപോലെ ബോംബെയിൽ നടത്തിയ സാക്കീർ നായിക് എന്ന സലഫി പണ്ഡിതന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഒരാൾ സംശയം ചോദിച്ചു, ഇപ്പോ അലിയും മുആവിയയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു, കർബല ഉണ്ടാകുന്നു, ഇത്തരം യുദ്ധം തമ്മിലാണ്, അപ്പൊ ഇതിൽ ആര് സെൽഫ് പോകും? അദ്ദേഹം പറഞ്ഞു, അത് പടച്ചോ തീരുമാനിച്ചോട്ടെ, നിങ്ങൾ അതിന്റെ കണക്കെടുക്കണ്ട. അത്തരം യുദ്ധങ്ങൾ വന്നാൽ ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനുജനും പരസ്പരം വെട്ടി മരിക്കുന്നില്ലേ, ബന്ധുക്കൾ മരിക്കുന്നില്ലേ? അതൊരു ലോജിക്കലായ ആൻസർ ആണെന്ന് ആരെങ്കിലും പറയോ? അല്ല, മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു കാരണവശാലും ന്യായമല്ല. ബാപ്പയും മക്കളും ആണെങ്കിൽ പോലും കൊല തന്നെയാണ്. അത് മുഹമ്മദ് നബി അതായത് സംസ്കാരം വിത്ത് സംസ്കാര സമ്പന്നമാക്കിയ ഒരു ജനത അദ്ദേഹത്തിന്റെ സന്ധ്യാസമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ മരിച്ചപ്പോഴേക്കും പിന്നീട് തീവ്രമായ സെക്ടേറിയനിസത്തിലേക്കും അധികാരത്തിന്റെ മത്സരത്തിലേക്കും പോകുക. അപ്പോ പിന്നെ ഇസ്ലാം ഒരു പീസ് അല്ലെങ്കിൽ സമാധാനത്തിന്റെ മതം എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല തെളിയിക്കുന്നത്. എവിടെയാണ് സമാധാനം? വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനമാണെന്നാണ് നമ്മുടെ അവകാശവാദം. ഈ വേർഡിന്റെ അർത്ഥം സമാധാനമാണ്. അതും ഇപ്പൊ ഗാന്ധി ശിഷ്യന്മാരെ എടുത്തുകൊണ്ട് ഗാന്ധിസത്തെ കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ലോഹ്യ പറഞ്ഞതുപോലെ പ്രവാചകന് ശേഷം നമ്മൾ കാണേണ്ട ഒരു പുലർക്കാല വെളിച്ചമാണ്. സ്വല്പം അസ്വസ്ഥതയുണ്ടാകാം, ഇത് വളരെ കലുഷിതമാണ്. പിന്നീട് ഉമയ്യ കാലഘട്ടം, അബ്ബാസിയ കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ രക്തച്ചൊരിച്ചിലും തല ഇങ്ങനെ പന്താടുകയാണ്, രക്തത്തിൽ കുളിച്ചൊരു കാലഘട്ടം. ആ കണക്കിന് സ്വർഗം എന്നൊരു രാജ്യം ഉണ്ടെങ്കിൽ ഇന്ന് AP അഹമ്മദിനും റഷീദ് പാനൂരിനും നൽകണം. കാരണം 1450 വർഷത്തിന് ശേഷവും നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് പ്രവാചകനെ നേരിൽ കണ്ട ആളുകളുടെ അവസ്ഥയാണ്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോ സാർ, ഇപ്പൊ ഈ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഈ പക, ഈ വിരോധം ഒരു കാരണവശാലും ഇനി ചരിത്രത്തിന് പരിഹരിക്കാനാവാത്ത, ഈ ഒരു പരിഹാരമില്ലാത്ത പ്രതികാരമാണല്ലോ, വിരോധമാണല്ലോ. ഇത് ഒന്നിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിൽ തീർക്കാൻ ഇപ്പൊ ഇറാനും സൗദി അറേബ്യയും പോലും ഇപ്പോ വ്യാപാരപരമായ കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്, സൈനികമായ കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആശയപരമായ ഈ വിരോധം ഒന്ന് തീർക്കാൻ ലോകത്തിലെ അറബ് ലീഗോ റാബിത്തയോ അങ്ങനെയുള്ള പണ്ഡിത സഭകളോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ പരമാധികാരികളോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നതായി ചരിത്രം പറയുന്നുണ്ടോ സർ? എന്റെ വായനയിൽ അല്ലെങ്കിൽ എന്റെ ഒരു ഒബ്സർവേഷനിൽ ലോക മുസ്ലിം പണ്ഡിത സഭയുടെ അധ്യക്ഷൻ യൂസുഫുൽ കർദാവിയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈജിപ്തിലെയും ലെബനോണിലെയും ഒക്കെ വലിയ ഷിയ സുന്നി പണ്ഡിതന്മാരെ വിളിച്ചു. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു സംഗമ ബിന്ദു അതെവിടെയാണ് ഉള്ളത് എന്ന തരത്തിൽ ഡിസ്കഷൻ നടത്തിയിരുന്നു. ഇനി ഇതിൽ വരുന്ന ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ 3 കോടിയോളം വരുന്ന അറബികളായ ക്രിസ്ത്യാനികളുണ്ട്. അതായത് കോപ്റ്റിക് ക്രിസ്ത്യൻസ്. ഖലീൽ ജിബ്രാൻ അറബിയായ ക്രിസ്ത്യാനിയായിരുന്നു. അത് ലെബനോണിലെ പോപ്പുലേഷനിൽ ഏതാണ്ട് 35% ക്രിസ്ത്യൻസ് ഉണ്ട്. അവരുടെ പേര് സലീമയാണ്, റാഷിദാണ്. അവിടെ ലെബനോണിൽ എപ്പോഴും രക്തപ്പുഴകൾ ഒഴുക്കുന്നത് അറബികളായ ക്രിസ്ത്യാനികളും മുസ്ലിംസും തമ്മിലല്ല, വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. അറബ് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലുള്ള പ്രശ്നം മുഴുവൻ അതെ ഖുർആൻ ഓതുന്ന ഈ ഷിയാക്കളും ഒരേ ഖുർആൻ ഓതുന്ന ഷിയാക്കളും സുന്നികളും ലെബനോണിലെ രക്തപ്പുഴയാക്കുമ്പോൾ മറുഭാഗത്ത് അറബികളായ ബൈബിൾ വായിക്കുന്ന ക്രിസ്ത്യാനികൾ മാറി നിൽക്കും. അപ്പൊ അതേപോലെ 20% വരുന്ന അറബ് ക്രിസ്ത്യൻസ് ഈജിപ്തിലുണ്ട്. ഈജിപ്തിലും മുസ്ലിംസും അറബ് ക്രിസ്ത്യൻസും തമ്മിൽ പോരാട്ടമില്ല. ഒരു പുസ്തകം പോലും മലയാളത്തിൽ എഴുതപ്പെടുകയോ ഒരു ലേഖനം പോലും അറബ് ക്രിസ്ത്യൻസിനെ കുറിച്ച് മലയാളത്തിൽ വന്നതായി കണ്ടിട്ടില്ല. ലോകത്തിൽ വളരെയധികം സമാധാനമുള്ളവരാണ് ഈ അറബികളായ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ കോപ്റ്റിക് ക്രിസ്ത്യൻസ്. ഖലീൽ ജിബ്രാന്റെ ഒരു കവിത തന്നെ ഉണ്ട്, അതായത് ജീസസ് ദ സൺ ഓഫ് മാനിൽ. അതായത് ഈ സമൂഹത്തിന്റെ, ഈ അറബി സമൂഹത്തിന്റെ മോചനം, അത് അറബ് ക്രിസ്ത്യൻസ് ആയാലും അല്ലെങ്കിൽ വിപരീതമായാലും ഇതിന്റെ മോചനം എന്നുള്ളത് തീർത്തും മാനുഷികമായ ഒരവസ്ഥ ഇവര് പുൽകണം. മിത്ത് വിട്ടുകളാണ്. മിത്തും പഴയ പദങ്ങളൊക്കെ വിട്ടുകൊണ്ട്
ഇനി ആലോചിക്കേണ്ടത് സർ, അവസാനമായി ഈ വിഷയത്തിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ചയിലേക്ക് ഇനിയും കടക്കേണ്ടി വരും. ഇന്ന് ഒരു പ്രാഥമികമായി ലോകത്തിന്റെ ഒരു കൺസേൺ, ഇവര് നൂറ്റാണ്ടുകളായി മതപരമായി മതത്തിനകത്ത് രൂപപ്പെട്ടു വന്ന രണ്ട് അവാന്തര വിഭാഗങ്ങളുള്ള തർക്കം ഇന്ന് ലോക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധങ്ങളിലേക്ക് പടർന്നു കയറിയിരിക്കുന്നു. ലോകത്തിന്റെ തെരുവുകളിൽ പരസ്പരം സുന്നി തീവ്രവാദിക്കെതിരായിട്ടോ സുന്നി രാജ്യങ്ങൾക്കെതിരായിട്ടോ ഷിയ തീവ്രവാദികളും ഷിയ രാജ്യങ്ങളും ബോംബ് വെക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് യഥാർത്ഥത്തിൽ നിരപരാധികളായ മനുഷ്യരാണ്. ഇത് ലോകത്തിന്റെ ഒരു സമാധാന പ്രശ്നമായി വളർന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോ എന്തായിരിക്കും ഇനി ലോകത്തിന്റെ മുമ്പിൽ ഈ സുന്നി ഷിയ തീവ്രവാദത്തിന് അറുതി വരുത്താനുള്ള ഒരു അജണ്ട ലോകത്തിന്റെ മുമ്പിൽ, ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ, സമാധാന പ്രേമികളായ ലോക ജനതയുടെ മുമ്പിൽ എന്തായിരിക്കും ഒരു നിർദ്ദേശമായി ഇനി ഉയർന്നു വരാൻ സാധ്യതയുള്ളത്? അതിനിടെ ഷിയാക്കൾ ഇല്ലാത്ത മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ. ഷിയ വിഭാഗം തീരെയില്ല. ഇപ്പൊ ഇന്തോനേഷ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ വാജ്പേയി ഇഷ്ടപ്പെട്ട രാജ്യം. CH മുഹമ്മദ് കോയ പോയി കണ്ടപ്പോൾ, അതായത് ഏതാണ്ട് 30 കോടിയോളം ആളുകളിൽ 1 കോടിയോളം ഹിന്ദുക്കളാണ് അവിടെ. ഹിന്ദുക്കളും മുസ്ലിംസും പോരാടുന്നില്ല. 80% പേരുകളും ഹൈന്ദവ പേര്. നമ്മൾ ഇന്ത്യൻ കൾച്ചറിനും മിത്തിനും ഇതിഹാസങ്ങൾക്കും ഒക്കെ വലിയ സ്വീകാര്യതയുള്ള നാട്. അവിടെ ഈ ഷിയ സുന്നി വിഭാഗമല്ലാതെ ഷിയാക്കൾ. ഞാന് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സർ. റാം മനോഹർ ലോഹിയ ഒരു ഘട്ടത്തിൽ രാമായണ മഹാസമ്മേളനങ്ങൾ ലോകമൊട്ടാകെ സംഘടിപ്പിച്ചപ്പോൾ അതിലൊന്ന് ഇന്തോനേഷ്യയിലായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ആയിരുന്നു. അവിടെ ജാതിയില്ല, മതമില്ല. അപ്പൊ ബംഗ്ലാദേശ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യം, പട്ടിണി, ഇതെല്ലാം ഉണ്ടെങ്കിലും ആ വൻതോതിലുള്ള സെക്ടേറിയൻ ഫൈറ്റ് വളരെ കുറവാണ്. കാരണം 1% ബംഗ്ലാദേശിൽ ഷിയയുള്ളൂ. ഇപ്പൊ യമനിൽ എപ്പോഴും, കാരണം യമനിൽ ഷിയാക്കളുടെ എണ്ണം കൂടുതലാണ്. കാരണം നിങ്ങൾ ഫോളോ ചെയ്യുന്നതും നിങ്ങളുടെ ഖുർആൻ വ്യാഖ്യാനം അത് തെറ്റാണ് എന്ന് പള്ളികളിൽ വെച്ച് സുന്നി വിഭാഗം പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഇപ്പൊ തന്നെ മുജാഹിദുകൾ കാഫറാണെന്ന് സുന്നി വിഭാഗം പറയുന്നത് പോലെ സുന്നികളുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇവരെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ ഇവരുടെ വാദം തെറ്റാണ്, ഇവര് യഥാർത്ഥ മുസ്ലിംസ് അല്ല എന്ന വാദം ഇവര് രണ്ടുപേരുമുള്ള രാജ്യങ്ങളിൽ സുന്നികൾ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർ പക തീർക്കും. തീർച്ചയായും ഇവരെപ്പോഴും സർ, അത് പക്ഷെ ഒരു നിയമം കയ്യിലെടുക്കാതെ ഒരു വാദത്തിന്റെ തലത്തിൽ, വൈജ്ഞാനികമായ ഒരു ചർച്ചയുടെ തലത്തിൽ, സംവാദത്തിന്റെ തലത്തിലൊക്കെ ആയിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു. ഇത് അതിന്റെയൊക്കെ പരിധി വിട്ട് ഇതിന്റെ ആരംഭം തൊട്ട് ഇന്ന് വരെ ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന പ്രശ്നമായി സുന്നി ഷിയ പ്രശ്നങ്ങൾ മാറുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഇപ്പൊ ഇന്തോനേഷ്യയെക്കുറിച്ച്, ഇപ്പൊ ഷിയാക്കൾ ഇല്ലാത്ത രാജ്യം ഇന്തോനേഷ്യ, സാറ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നല്ലേ? ആണ്. യെസ്. അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒന്നിന്റെ ഉന്മൂലനം സാധ്യമല്ലല്ലോ. ഷിയാക്കൾക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായി നിലനിൽക്കാൻ അവകാശമുണ്ട്. അതിനോട് ഒരു മാനുഷികവും ജനാധിപത്യപരവുമായ ഒരു നിലപാട് ലോകത്തിലെ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും സ്വീകരിക്കാൻ സാധിക്കേണ്ടതല്ലേ? ആണ്. പക്ഷെ ഇവർക്ക് പോസിറ്റീവായ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ലോകത്തിൽ ആദ്യമായിട്ടൊരു പണ്ഡിതൻ ശുദ്ധ സംഗീതം ഹറാം അല്ല യൂസുഫുൽ കർദാവിയാണ്. ഇപ്പോ സുന്നികളായാലും അഹമ്മദിയ വിഭാഗമായാലും ജമാഅത്തെ ഇസ്ലാമി ഒഴികെയുള്ള മുഴുവൻ ലോകത്തിലെ സംഘടനകളും നിങ്ങളെ ശുദ്ധ സംഗീതവുമായാലും, ഇനി അത് മുഹമ്മദ് റാഫി ആണെങ്കിലും കിഷോർ ആയാലും അത് ഹറാം എന്നാണ് പറയുന്നത്. സ്പോർട്സിൽ പെൺകുട്ടികൾ പങ്കെടുക്കുന്നത്, സിനിമയിൽ അഭിനയിക്കുന്നത്. ലോകത്തിലൊരു വലിയ പണ്ഡിതൻ സംഗീതത്തിന് അനുകൂലമായിട്ടൊരു ഫത്വ കൊടുക്കാൻ 1400 കൊല്ലമെടുത്തു. ഇന്നും കേരളത്തിലെ പണ്ഡിതന്മാരിൽ അത് AP ആണെങ്കിലും ബാലുശ്ശേരി ആണെങ്കിലും അവര് സംഗീതം ഒരു സാത്താന്റെ പര്യായമാണെന്നാണ് പറയുന്നത്. പക്ഷേ സംഗീതത്തെ ആഞ്ഞു പുൽകുന്നവരാണ് ഷിയാക്കൾ. അവരുടെ പല സംഗീതത്തെ ഷിയാക്കൾ അംഗീകരിക്കുന്നു. ഞാൻ കൂട്ടത്തില് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സർ. നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കായിക രംഗത്ത് കൂടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവരെന്നും. സാനിയ മിർസ ഷിയ കുടുംബമാണെന്ന് കേൾക്കുന്നല്ലോ. സാനിയ മിർസ ഷിയ കുടുംബമാണ്. ഹിന്ദിയിൽ അറിയപ്പെടുന്ന നടി. ഇന്നത്തെ നമ്മുടെ ഷാരൂഖ് ഖാൻ ഷിയയല്ലേ? സിനിമക്കോ അല്ലെങ്കിൽ സിനിമക്കോ സംഗീതത്തിനോ ഷേക്സ്പിയർക്കോ ഇതൊന്നും അവരെതിരല്ല. അപ്പോ സത്യത്തില്
സാർ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നു. ഈ പരസ്പരമുള്ള ഈ ഇസ്ലാമിക സമൂഹത്തിനകത്തെ ആഭ്യന്തരമായ വിഭാഗീയമായ ഈ പോരും പകയും അവസാനിപ്പിച്ചാൽ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും മാതൃകാ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കും ഷിയ സമൂഹം, അല്ലേ? ഉറപ്പായും ഉറപ്പായും ഉറപ്പായും. അതായത് നിങ്ങളെ തീർച്ചയായിട്ടും. കുട്ടി കവിത ചൊല്ലുന്നതിനോ അല്ലെങ്കിൽ മുഷാഹറുകളിൽ പോയി കവിത നീട്ടി ചൊല്ലുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ സിനിമയിൽ അഭിനയിക്കുന്നതിനോ ഇതിനൊന്നും അവരെതിരല്ല. അവരുടെ പ്രശ്നം യെസ്. വരുന്നത് അതായത് സുന്നി വിഭാഗത്തെ അതായത് റൂട്ട് ഔട്ട് ചെയ്ത വേരോടെ പിഴുതെറിഞ്ഞു കളയുക. എന്നിട്ട് അധികാരം, ലോകത്തിന്റെ അധികാരം. ഈ ജിദ്ദയിൽ നിന്ന് പരിചയപ്പെട്ട അറബി എന്നോട് പരിഭാഷയിലൂടെ പറഞ്ഞത് 25 കൊല്ലവും കൂടി കഴിയുമ്പോൾ ഞങ്ങളുടെ പോപ്പുലേഷൻ 40 കോടിക്കും 50 കോടിക്കും ഇടയിൽ വരും. ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം പ്രവാചകന്റെ സ്വന്തം തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ 2 പേരുണ്ട്, അദ്ദേഹം ഉപയോഗിച്ച അതൊരു ഡെവിൾസ് എന്നാണ്, അബൂബക്കറും ഉമറും. കോരിയെടുത്ത് അറബിക്കടലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇവർ 2 പേരെയും. എന്ന് പറഞ്ഞാൽ അലിക്ക് മുമ്പേ ഖലീഫമാരായി തീർന്ന 2 പേരെയും ഇവർ അങ്ങേയറ്റം പൈശാചികമായിട്ടാണ് കാണുന്നത്. പൈശാചികമായിട്ടാണ് ഇവരുടെ പുസ്തകങ്ങൾ മുഴുവൻ അവരെ പറയുന്നത്. അറ്റാക്ക് ചെയ്യാൻ ഏതൊക്കെ വേസ്റ്റായ പദങ്ങൾ ഉപയോഗിക്കുമോ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് അങ്ങനെ എന്ന് അവർ പറഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ മറുഭാഗത്ത് സുന്നി മുസ്ലിങ്ങളുടെ സുന്നി മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ മക്ക കൂടി ഞങ്ങൾ കൈയടക്കും എന്ന് അവർ പ്രചരിപ്പിക്കുന്നുണ്ട്, അല്ലേ? ആ മക്ക കൈയടക്കും, മദീന കൈയടക്കും, അതിന് അറ്റ്ലീസ്റ്റ് ഒരു 25-30 കൊല്ലമേ വേണ്ടൂ എന്നാണ്. കാരണം 21 അതിന്റെ ഭാഗമാണല്ലോ, അല്ലെ? 1979 ഒരു ഹജ്ജ് തീർത്ഥാടന കാലത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറം മക്കയിലെ വിശുദ്ധ ദേവാലയം ആക്രമിക്കാൻ ഷിയ തീവ്രവാദികൾ വന്നത് അതിന്റെ ഭാഗം തന്നെയല്ലേ? ആ അജണ്ടയുടെ ഭാഗമല്ലേ? ആണ്. അതായത് നമ്മുടെ ആർണോൾഡ് ടോയിൻബി ദ മാൻകൈൻഡ് ആൻഡ് ദ മദർ എർത്ത്, ദ മാൻകൈൻഡ് ആൻഡ് ദ മദർ എർത്തിൽ ചില കോട്ട്സ് ഞാൻ പല വിജയമാഷെടുത്ത് പിന്നീട് ഞാൻ കരുതി ദ മാൻകൈൻഡ് ആൻഡ് ദ മദർ എർത്ത് ഒന്ന് വായിക്കണം. അങ്ങനെ ബ്രണ്ണൻകോളയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഹിസ്റ്റോറിയനായ PK മുഹമ്മദ് അലി മാഷ് പ്രവാചകന്റെ ജീവിതവും സന്ദേശവും എഴുതി. പാവം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ബുക്ക് വായിച്ചു. അപ്പൊ അതിന് ദ മാൻകൈൻഡ് ആൻഡ് ദ മദർ എർത്തിൽ ടോയിൻബി പറയുന്നുണ്ട്, 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളിൽ എത്ര പേര് മരിച്ചുപോകും, ഏതാണ്ട് അത്ര തന്നെ ആളുകൾ ആ 17ഉം 18ഉം നൂറ്റാണ്ടുകളിലുള്ള ക്രിസ്ത്യൻസിന്റെ ഇടയിലുണ്ടായിരുന്ന സെക്ടേറിയനിസത്തിലും മുഹമ്മദിന്റെ മരണശേഷം ഇസ്ലാമിലുള്ള സെക്ടേറിയനിസത്തിന്റെ പേരിലും മരിച്ചു വീണത് ഒരുപാട് കോടികളാണ്, ലക്ഷങ്ങളല്ലേ. പക്ഷെ യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ചു, അവര് ഈ സെക്ടേറിയനിസം ഉപേക്ഷിച്ചു, ചർച്ചും ഉപേക്ഷിച്ചു. പക്ഷേ മുസ്ലിംസിന്റെ ഇടയിൽ ഇതിങ്ങനെ നിലനിന്നു പോകുന്നു, അതിഭീകരമായിട്ട് നിലനിന്നു പോകും. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചരിത്രത്തിൽ നിന്ന് പഠിച്ചു, പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോഴും ഒന്നും പഠിച്ച ലക്ഷണമില്ല. ഒന്നും പഠിച്ചിട്ടില്ല. കാരണം 1ഉം 2ഉം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടില്ലേ എലിയട്ട് പറഞ്ഞത്, ഐ വിൽ ഷോ യു ഫിയർ ഇൻ എ ഹാൻഡ്ഫുൾ ഡസ്റ്റ് എന്ന്. അപ്പോ ക്രിസ്ത്യാനികൾക്ക് തോന്നി പരസ്പരം തമ്മിലടിച്ചാൽ ഭയാനകമായിരിക്കുമെന്ന്. അതുകൊണ്ട് അവരിപ്പോ ശാസ്ത്രത്തിന്റെ പിറകിലൊക്കെയാണ്. അതായത് ഭാര്യയും ഭർത്താവും ഇണ ചേരേണ്ട ആവശ്യമില്ല കുട്ടിയുണ്ടാകാൻ. എനിക്കിപ്പോൾ ഒരു 90 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കുട്ടിയുണ്ടാകാൻ സ്ത്രീയും കുട്ടി ലാബിലേക്ക് പോയി സെല്ലുകളിൽ നിന്ന് കുട്ടിയെ ആ ലാബിൽ നിന്ന് 90 ദിവസം കൊണ്ട് ഉണ്ടാക്കിത്തരാം എന്ന തരത്തിലേക്ക് ശാസ്ത്രം. ഡ്രൈവർ ഇല്ലാതെ വാഹനങ്ങൾ ബോംബെയിൽ വരാൻ പോവാണ്. ആ ഒരു മൂവ്മെന്റ്, ഒരു കാലത്ത് ശാസ്ത്രം വളരെ പിറകിലായി പോയത് ക്രിസ്ത്യാനിറ്റിയുടെ ഇടപെടലാണ്. എന്ത് അതേ ക്രിസ്ത്യാനിറ്റി ആധുനിക ലോകത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ പതാകവാഹകരായി മുന്നോട്ട് കുതിക്കുമ്പോ ലോകത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോഴും സുന്നി ഷിയ തർക്കങ്ങളുടെ പേരിൽ ലോകമാകെ ചുടലക്കളമാക്കിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് തന്നെ ഇപ്പോ നമ്മുടെ ചേകന്നൂർ മൗലവി ഏറ്റവും കൂടുതൽ എതിർത്തത് അബൂ ഹുറൈറയുടെ ഹദീസിനെയാണ്. അബൂ ഹുറൈറയുടെ ഹദീസ് പ്രകാരം ഒരു സ്ഥാപനത്തിന്റെ ഹെഡായ ഒരു ലേഡി വരാൻ പാടില്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഒരു ലേഡി വരാൻ പാടില്ല, സമൂഹത്തെ സ്ത്രീകൾ ഭരിക്കാൻ പാടില്ല. അവരെപ്പോഴും ഹസ്ബൻഡിന്റെ ചൊൽപ്പടിയിൽ തന്നെയാണ്. ഫറൂഖ് കോളേജിൽ ഇപ്പോ ഒരു മുസ്ലിം ലേഡിയാണ് പ്രിൻസിപ്പലായി വന്നിരിക്കുന്നത്. അവിടുത്തെ ഇംഗ്ലീഷിന്റെ HOD ആയിരുന്നു. അവര് സകല രംഗത്തും വളരെ ഡൈനാമിക് ആണെന്നാണ് കേട്ടത്. ഷി വാസ് ബബിളിംഗ് വിത്ത് വൈറ്റാലിറ്റി. ഉടനെ സമദാനിയെ കുറിച്ച് നമ്മളുടെ കുറെയൊക്കെ ധാരണയുള്ള ആള് എന്നാണ്. പക്ഷെ സമദാനി പോലും പറഞ്ഞു പ്രിൻസിപ്പലായി വരേണ്ടിയിരുന്നില്ല എന്ന്. പിന്നെ എന്താ അവസ്ഥ? ഡോക്ടർ ഐഷ സ്വപ്ന ഫാറൂഖ് കോളേജിന്റെ പ്രിൻസിപ്പലായി വരുന്നതിന് പോലും നമ്മുടെ വലിയ പോപ്പുലറായ സമുദായ നേതാക്കന്മാർ, അത് ഈ സുന്നി മുസ്ലിം നേതാക്കന്മാരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പോലും എതിരാണ് കേരളത്തിൽ പോലും എന്നാണോ?
എന്നാണ് ഇത്തരം ഹദീസുകളെ ഷിയാക്കൾ തള്ളിക്കളയുന്നു. അതായത് ഈ ഒരേ ഖുർആനാണെങ്കിലും ഷിയാക്കൾ ഹദീസിന്റെ ലോകത്തേക്ക് കയൽ അവർക്ക് ഒരുപാട് അവർ ഈ അബൂ ഹുറൈറ ഉൾപ്പെടെയുള്ളവർ ഹദീസൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷെ വേറൊരു വശമുണ്ട്, നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം. ഷിയാക്കളുടെ കമറിമണി ഒക്കെ ചിലപ്പോൾ നമുക്ക് ടി വിയിൽ കാണും. നമ്മളെ തെയ്യം, നമ്മളെ തിറ, ചില പ്രത്യേക ദിവസങ്ങളുണ്ട് ഇവർക്ക്. അവിടെ ഇവര് അലിയുടെ പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം വാളെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് വെട്ടുന്നതും അതിൽ മരിക്കാറുണ്ട് ആളുകൾ. നോട്ടിലൊക്കെ ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ നേരത്തെ ഇപ്പോഴും നടത്തുന്ന ഹൈന്ദവ പ്രാക്ടീസോട് പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള ചില റിച്വൽസ് ഉണ്ട് ഇവർക്ക്. അതെ, ചില അത്യാചാരങ്ങളും. യെസ് സർ, നമുക്കിത് ഈ ഒരു ചർച്ച ഇന്നത്തെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഇത്തരം ചില അത്യാചാരങ്ങളും ചരിത്രപരമായി തുടരുന്ന ഈ പകയും മാറ്റിവെച്ചാൽ ലോകത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു സുപ്രധാന വിഭാഗം എന്ന നിലയിൽ കലയോടും സംസ്കാരത്തോടും വിദ്യാഭ്യാസത്തോടും ലിംഗനീതിയോടും അങ്ങേയറ്റം പുരോഗമനപരമായ നിലപാട് സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് ഷിയാക്കൾ. അവരെ 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 സൂക്ഷ്മമായി കാണാനും പഠിക്കാനും പുതിയ ലോകം തയ്യാറാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാറിന് വല്ലതും ചേർത്ത് പറയാനുണ്ടെങ്കിൽ കുട്ടി ചേർത്തുകൊണ്ട് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ടിപ്പു സുൽത്താൻ ഷിയാണ്, ഹൈദരലി ഷിയാണ്. ഹൈദരലിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അന്നത്തെ സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഷിയ പണ്ഡിതനായിരുന്നു, നല്ല സ്കോളർ ആയിരുന്നു. പക്ഷെ ടിപ്പു ഒരു സ്ഥലത്തും ഷിയായിസം പ്രചരിപ്പിച്ചതായി അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു എങ്കിൽ ഷിയാക്കള് സൗത്ത് ഇന്ത്യയിൽ വലിയ തോതിൽ, ഇപ്പം ബാംഗ്ലൂര്, മൈസൂരുള്ള ഷിയ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി, അതിന് വലിയ ആത്മബന്ധമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മൈസൂരിലെ ഷിയ കമ്മ്യൂണിറ്റി. ഇപ്പൊ രാജീവ് ഗാന്ധി ഡൽഹിയിലും ആഗ്രയിലുമുള്ള ഷിയ വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ സന്ദർശിക്കാറൊക്കെ ഉണ്ട്. അപ്പോ ടിപ്പുവിനെ ഒരേ സമയം ഹൈദരാലിയെ നമ്മൾ അംഗീകരിക്കുകയും അതേസമയം ഷിയാക്കളെ വെറുക്കുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മുടെ ഇടയിലുണ്ട്. അതെങ്ങനെയാ വരുന്നത്? ഇപ്പൊ മുഗളന്മാർ വിരോധാഭാസമാണ്. ടിപ്പുവിനെയും ഹൈദരാലിയെയും അവരുടെ അക്രമത്തെ പോലും അംഗീകരിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നവർ പോലും അവരുടെ മതവിശ്വാസത്തെ തള്ളിക്കളയുന്ന ഒരു പൊതു സ്വഭാവം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. തീർച്ചയായും അതേതുപോലെ ചോദിച്ചാല് ഈ നമ്മൾ പറഞ്ഞ സമദാനി അടക്കം ഇന്ത്യ ചരിത്രത്തിലെ മഹാനായ ചക്രവർത്തിയാണ് അക്ബർ എന്ന് പറയുന്നു. അദ്ദേഹം ഒരു മുസ്ലിം ചക്രവർത്തിയാണെന്ന് പറയുന്നു. ലോകത്തിന് മുസ്ലിം സമുദായം കൺട്രിബ്യൂട്ട് ചെയ്ത മഹാനായ ചക്രവർത്തിയാണ് അക്ബർ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അക്ബർ എന്നൊരു പേരുണ്ട് എന്നല്ലാതെ അദ്ദേഹം ഒരു മതവും അംഗീകരിച്ചിട്ടില്ല. അയാൾ സ്കൂളിലൊന്നും പോയിട്ടില്ല. പക്ഷെ ജന്മന വളരെ ഇന്റലിജന്റ് ആയിരുന്നു, വളരെ ഡിപ്ലോമാറ്റ് ആയിരുന്നു. ധാരാളം രജപുത്ര സ്ത്രീകളെ കല്യാണം കഴിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇസ്ലാമിക നിയമപ്രകാരം നിങ്ങൾക്കൊരു ജൂത സ്ത്രീയെ കല്യാണം കഴിക്കാം, അവരുടെ കിതാബ് അഹ്ലുൽ കിതാബ് ഫോളോ ചെയ്യും. നിങ്ങൾക്ക് ക്രിസ്ത്യൻ സ്ത്രീകളെ കല്യാണം കഴിക്കാം, കൺവേർഷൻ വേണ്ട. എങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു സ്ത്രീകളെ കൺവേർട്ട് ചെയ്യുന്നു? അയാൾ ഇസ്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് പുതിയ മതം ഉണ്ടാക്കിയത്. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ പേര് നമ്മൾക്ക് നാഴികക്ക് 40 വട്ടം ഉദ്ധരിക്കണം. തീർച്ചയായും. അപ്പോ ഈ നിരീക്ഷണങ്ങൾ വളരെ വളരെ പരപ്പുള്ള നിരീക്ഷണങ്ങളാണ് സാറിന്റേത്. കൂടുതൽ എപ്പിസോഡുകളായി നമുക്ക് പലപ്പോഴായിട്ട് സാറിന്റെ ഈ നിരീക്ഷണങ്ങൾ ABC-ക്ക് വീണ്ടും വേണ്ടിവരും. തീർച്ചയായും ABC-യിൽ വന്ന് ഇന്ന് ആമുഖമായി ഷിയ മുസ്ലിങ്ങളും ആഗോള ഭീകരവാദവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചതിന് ABC സാറിനോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നന്ദി സർ. ഓക്കെ സർ, താങ്ക്സ് എ ലോട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.